അതിന്റെ ജനാസ ചുമക്കാര് ഈ കുമ്പോല് പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടടാ പൊന്നുമോരെ. നാട്ടുകാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. മരണ വാർത്ത അറിയുന്നവര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. പടച്ച റബ്ബേ, ടാർപ്പ കെട്ടുന്നു, കസേര നിരത്തുന്നു, ചൂടുവെള്ളം തയ്യാറാകുന്നു. ഓരോരുത്തരും വന്ന് പടച്ചവനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവസാനം ജനങ്ങൾ മുഴുവനും വീട്ടിൽ കടന്നു വന്നു. ഈ ചെറുപ്പക്കാരാ, നിന്റെ മരണമാടാ പറയുന്നത്, നിന്റെ വീടിന്റെ അവസ്ഥയാ പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത ഈ കുമ്പോലിലെ ചെറുപ്പക്കാരോട് പറയുകയാ, പൊന്നുമക്കളെ, അവസാനം നിന്റെ ജനാസ എടുത്തുകൊണ്ട് വീടിന്റെ പുറകിൽ ഒരുക്കി വിട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോവുകയാ. നിന്റെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാണ്, നജസുകൾ ഒഴിവാക്കുകയാണ്, നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാണ്. പടച്ചവരെ, ചൂടുള്ള വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ്, നല്ലതുപോലെ കുളിപ്പിക്കുകയാണ്, സുഗന്ധമിട്ട വെള്ളം ഒഴിക്കുകയാണ്, അവിടെ നിന്ന് ഒതുവെടുപ്പിക്കുകയാണ്, തുടച്ചു വൃത്തിയാക്കുകയാണ്, വെള്ളത്തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ. എന്നിട്ട് പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എല്ലാവരും മാറി നിന്ന് കഴിയുമ്പോ അതാ കുട്ടികളെ എടുത്തു കൊണ്ടുവരുന്നത് പോലെ നിന്റെ ജനാസ കൊണ്ടുവരികയാണ്. വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ നിന്റെ ജനാസ കൊണ്ടുവന്ന് കിടത്തുകയാണ്. അല്ലാ, കാലുകുത്താ സ്ഥലമില്ലടാ ചെറുപ്പക്കാരാ. എല്ലാവരും വന്നിട്ടുണ്ടടാ, വിളിച്ചില്ലെന്ന് പരാതിയില്ല. നാട്ടുകാര് മുഴുവനും, കുടുംബക്കാര് മുഴുവനും, കൂട്ടുകാര് മുഴുവനും, പള്ളിയിലെ ഉസ്താദന്മാരുൾപ്പെടെ സർവരും നിന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അല്ലാഹുവേ, വല്ലാത്ത തിരക്കാട്. ആ സമയത്ത് നിന്റെ ജനാസയുടെ തലയുടെ ഭാഗത്തിരിക്കുന്ന ആ മനുഷ്യൻ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ.